നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാർക്ക്, പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ നമ്മളിൽ പലരും ചെയ്യാറുണ്ടാവും, പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടും ഫോളോവേഴ്സിന് വേണ്ടിയിട്ടും ചിലപ്പോൾ നമ്മൾ സോങ്സ് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നല്ല റീച്ചും എല്ലാമൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല, ഏണിങ്സ് ഒന്നും കിട്ടില്ല. ചില മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോലും ചിലപ്പോൾ ഒരു കോപ്പിറൈറ്റുള്ള പാട്ട് ആഡ് ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ചിലപ്പോൾ ഡിസേബിളായി പോകും. അങ്ങനെ പോകാൻ ചാൻസും ഉണ്ട്. ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റൊക്കെ വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ ഡിസേബിളായി പോകും. അപ്പോൾ നമ്മൾ ഇത്ര നാൾ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്തും ഒക്കെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ പോകും. നമുക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് തരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ നഷ്ടപ്പെട്ടു പോവാം. അപ്പോൾ എനിക്കൊരു 4 വർഷം മുമ്പ് ഒരു കരോക്കെ ഒരു മ്യൂസിക് ചാനലുണ്ടായിരുന്നു, ലിറിക്കൽ കരോക്കെ മ്യൂസിക് ചാനലുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ 2-3 വർഷത്തോളം യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു, എഡിറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. 4 വർഷത്തോളം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മോണിറ്റൈസേഷൻ എല്ലാം എലിജിബിലിറ്റി കിട്ടി ഇതിനെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് അത് അവർ റിജക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചു കരോക്കെ ചാനലല്ലേ, നമ്മൾ മ്യൂസിക് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, വോക്കൽ കട്ട് ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടു. ഒരു നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഇത് കൊടുത്തപ്പോഴത്തേക്കും അവരവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. നിങ്ങളാരും ഇങ്ങനെ ചെയ്യരുത്. ഇനി അങ്ങനെ ആരെങ്കിലും പാട്ട് ആഡ് ചെയ്ത വീഡിയോ വല്ലതും ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യരുത്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ പോയിട്ട് അതിന് പകരം യൂട്യൂബ് തന്നെ തരുന്ന സോങ്സ് ഉണ്ട്, അങ്ങനെയുള്ള സോങ്സ് ആഡ് ചെയ്യുക. ഒരിക്കലും റിമൂവ് ചെയ്യരുത്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് അവറും എല്ലാം നഷ്ടമാവും. പിന്നെ ഇത് ആയി വരണമെങ്കിൽ കുറേ സമയമെടുക്കും. പിന്നെ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റായി വരണം. അപ്പം അങ്ങനെ കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് എങ്ങനെ കണ്ടെത്താം, അങ്ങനെ കണ്ടെത്തിയാൽ അതെങ്ങനെ റിമൂവ് ചെയ്തിട്ട് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള സോങ്സ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിന് അതും കൂടി ഞാൻ കാണിച്ചു തരാം. ചില ആൾക്കാർ നിങ്ങളുടെ തന്നെ സ്വന്തം വീഡിയോ തന്നെ ചിലപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടും. ചിലപ്പോൾ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ തന്നെ ഷോർട്ട് ആക്കി എഡിറ്റ് ചെയ്തെടുത്തിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്, റീയൂസ്ഡ് കണ്ടൻറ്റ് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കോപ്പിറൈറ്റുള്ള പാട്ട് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യേണ്ട, അതിൻ്റെ സെറ്റിങ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും.
ആപ്പിൽ നോക്കി പിടിക്കുമ്പോൾ അപ്പോൾ അവിടെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓപ്പൺ സപ്പോർട്ട് ലിങ്ക്സ് എന്നുള്ളത് ഓണായിരിക്കും. അതൊന്ന് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഗൂഗിൾ ക്രോം ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത്. അത് ഡെസ്ക്ടോപ്പ് സൈറ്റിലിട്ടിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇമെയിൽ ഐ ഡിയിലുള്ള യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഇതാണ് റിമൂവ് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ ഈ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നുള്ള യൂട്യൂബ് ചാനലിലെ സോങ്സാണ് കളയേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ താഴത്തെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതല്ല രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ കോപ്പി റൈറ്റ് എന്നുള്ളതുണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സി ഡീറ്റെയിൽസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് സോങ്സാണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട അതിൻ്റെ നേരെ സെലക്ട് ആക്ഷൻ എന്നും പറഞ്ഞുണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ സോങ്സ് ഉള്ള ഭാഗം ട്രിം ചെയ്ത് കളയാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ റീപ്ലേസ് സോങ് റീപ്ലേസ് ചെയ്യാനും പിന്നെ മൂന്നാമത്തത് മ്യൂട്ട് ചെയ്യാനുമാണ്. പിന്നെ നാലാമത്തെ ഓപ്ഷൻ ഡിസ്പ്യൂട്ട് ചെയ്യുക. ഇത് റീപ്ലേസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, YT സ്റ്റുഡിയോൻ്റെ ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അത് ഡീഫോൾട്ട് ആപ്പ് എന്നുള്ളത് ഓഫ് ചെയ്തിട്ട് മാത്രം ഗൂഗിൾ ക്രോമിൽ കയറി ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ കയറി യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ YT സ്റ്റുഡിയോ തന്നെ ആയിരിക്കും ഓപ്പൺ ആവുക. അങ്ങനെ ഓപ്പൺ ആയിട്ട് കാര്യമില്ല. നമുക്ക് ഗൂഗിൾ ക്രോം വഴിയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കോപ്പിറൈറ്റുള്ള സോങ്സ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് അമർത്തിയേക്കണം. ഓക്കെ, താങ്ക് യു.